ഇന്ന് സൺഡേ ആയിട്ട് അച്ഛൻ ഒഴികെ എല്ലാവരും ഫ്രീ ആണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അമ്മയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ഇട്ടു. അങ്ങനെ അച്ഛമ്മയ്ക്ക് അങ്ങനെ യാത്ര ചെയ്യാനൊന്നും വയ്യാത്തതുകൊണ്ട് അച്ഛമ്മേനെ വീട്ടിലാക്കി ഞങ്ങൾ അമ്മമ്മയുടെ വീട്ടിലേക്ക് പോയി. ഞങ്ങൾ 2 പേര് ബസ്സിലും 2 പേര് സ്കൂട്ടിയിലുമായിട്ടാണ് പോയത്. അമ്മയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ കീഴ റോഡ് അല്ലെങ്കിൽ തൃക്കടിയിലാണ് ബസ് ഇറങ്ങുന്നത്. ഇന്ന് ഞങ്ങൾ കീഴ റോഡാണ് കേട്ടോ ബസ് ഇറങ്ങിയത്. ബസ് ഇറങ്ങിയിട്ട് ഞങ്ങൾ വേഗം മാമയെ വിളിച്ചു. മാമയും അബിയും കൂടിയാണ് ഞങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വന്നത്. സാധാരണ ഞങ്ങൾ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ പോവാറ്. മേനയും വല്യമ്മയും ഞങ്ങൾ കസിൻസും ഒക്കെ ആയിട്ട് നല്ല രസമായിരിക്കും. ഇപ്പോഴാണെങ്കിൽ പലരും ജോലി തിരക്കിലും പരീക്ഷ തിരക്കിലൊക്കെ ആയതുകൊണ്ട് ഇത്തവണ ഞങ്ങൾ കാട്ടുള്ള ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നു. അമ്മമ്മയാണെങ്കിൽ രാവിലെ തൊട്ടേ ഞങ്ങളെ കാത്തിരിക്കുന്നു. ലച്ചു പിന്നെ പതിവ് പോലെ ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ അവളുടെ ആദ്യ ചടങ്ങായിട്ടുള്ള കരച്ചിൽ ആരംഭിച്ചു. സത്യത്തിൽ വലിയ ട്രിപ്പുകളൊക്കെ പോകുന്നതിനേക്കാൾ വലിയ റിലാക്സേഷൻ തന്നെയാണ് കേട്ടോ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ. നീർമുകിലുകൾ മനസ്സിലും മണ്ണിലും കുളിരു തൂവുന്നുവോ, പാൽവള്ളികളിലൂഞ്ഞാലുകളിലായുന്ന കാറ്റേ ചിറകു കൊണ്ടു പുതിയൂ കിളികൾ പാടുമൊരു ഗാനം, പാലരുവി മൂളുമൊരു ഗാനം, മാമലകളിൽ പുഴയിൽ പൂക്കളിൽ പുലരി വീണ. ഇതാണ് മാമന്റെ സ്വന്തം ചാർലി. ഞങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം പുറത്തിറക്കിയതാണ് ഇവിടെ. അപ്പം ഇനി ചേറമ്പറ്റ പൂരത്തിന് കാണാമെന്നും പറഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു. ഈ കറുകതൻ കതിരിലും കരളിലും കവിത മിന്നുന്നുവോ, നീരോളമൊരു തീരാത്ത വരി ചൊല്ലുന്നു കാതിൽ മതിവരാത്ത പോലെ.